ഹലോ. എപ്പോ വിളിച്ചാലും ടിവിയുടെ മുമ്പിൽ തന്നെ ആണല്ലോ. നമ്മുടെ ഫുൾ ടീംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഇവിടെയും ചർച്ചാ വിഷയം. ഒരു മിനിറ്റ്. ഇവിടെയും സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകൾ തുറക്കാൻ വയ്യ. പുതിയ പുതിയ വിക്കറ്റുകൾ വീഴുന്നു, പല വിഗ്രഹങ്ങളും മുടയുന്നു. അതല്ല രസം, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകകരം. ചില വിക്കറ്റുകൾ മനഃപൂർവ്വം വീഴ്ത്തുന്നതാണോ എന്ന് ഒരു സംശയമില്ലാതില്ല കേട്ടോ. ഏതായാലും ചർച്ചകൾ നടക്കട്ടെ. നോക്കണേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ അമ്മപാറകൾ മുഴുവൻ രാജിവെച്ചു. എന്ത് റിപ്പോർട്ട്? ഒരു വാലും തുമ്പില്ലാത്ത റിപ്പോർട്ട്. സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് കാശ് വാങ്ങി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ പൊതുജനത്തിന് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരെന്ത് ന്യായമുള്ളത്? ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ തന്നെ സിനിമാക്കാരുടെ യഥാർത്ഥ മുഖം എന്തെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആദ്യം അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. അമ്മ സംഘടന തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. അതുകൊണ്ടെന്താ, ആർക്കും ഒന്നിനും ഉത്തരം പറയണ്ടല്ലോ. ഇനിയും കുറെ പേരുകൾ പുറത്തു വരാനുണ്ട്. എന്റെ ടീച്ചറെ, സിനിമയിൽ ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. നടിമാരുടെ അവസ്ഥ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെ ചൂഷകരാണെങ്കിൽ അവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അത് കോളിവുഡിലാണെങ്കിലും മോളിവുഡിലാണെങ്കിലും. പിന്നെ ആരൊക്കെ എന്തൊക്കെ മാറിയാലും ഈ അവസ്ഥക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഏതായാലും കുറച്ചു പേരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ള ആരും തന്നെ ഇല്ല. അത് പുറത്തു വരട്ടെ, അപ്പൊ അറിയാം യഥാർത്ഥ ഗഡികൾ ആരൊക്കെയാണെന്ന്. എല്ലാ തൊഴിൽ മേഖലയിൽ ഇതൊക്കെ ഉണ്ട്. സിനിമയിൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. പിന്നെ ഗ്ലാമറസും അല്ലേ, അത്രയുള്ള വ്യത്യാസം. ഏതായാലും ചാനലുകാർക്കും സോഷ്യൽ മീഡിയക്കാർക്കും ശാഖര തന്നെയാണ്. അതിനിടയിൽ പഴയ കേസുകൾക്കൊപ്പം കുറെ പുതിയ കേസുകളും പൊങ്ങി വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ എല്ലാവരും കണക്കാ. ഈ ഉദ്ദേശത്തോടുകൂടി സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർമാരുണ്ട്, ഡയറക്ടർമാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഇവരെ കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ സർക്കാർ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഈ റിപ്പോർട്ട് വന്നതോടെ തന്നെ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കായിരുന്നു വേണ്ടിയിരുന്നത്. അതെങ്ങനെയാ? നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിനിടയിൽ കുറെ നല്ല ആളുകളും പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. ഈ സിനിമാ മേഖലയിൽ കലയെ സ്നേഹിക്കുന്ന, സിനിമ മാത്രം തൊഴിലാക്കിയ കുറെ കലാകാരന്മാരുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതല്ലേ? വേറൊരു കാര്യമുള്ളത്, അവസരങ്ങൾക്ക് വേണ്ടി പലരുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് അത് കുറയുമ്പോൾ പരാതിയുമായി വരുന്നവരുണ്ട്. അതും ശരിയാണ്. അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കട്ടെ. സിനിമ ഒരു ഗ്ലാമർ മേഖലയാണ്. പെട്ടെന്ന് പണവും പ്രതാപവും ഉണ്ടാക്കാൻ ആളുകൾ ഇയമ്പാറ്റകളെ പോലെ കൂടും. ഇപ്പോൾ നല്ല വിവരവും വിദ്യാഭ്യാസവും അതിലുപരി കലയെ സ്നേഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അവർക്ക് എവിടെ നോ പറയണമെന്ന് നന്നായി അറിയാം, അത് ഏത് തമ്പുരാനോടായാലും. അത് ശരിയാ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രശ്നമില്ല. എന്നാലും പഴയ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. ഏതായാലും ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഒരു പുതിയ വിവാദം വരുന്നത് വരെ ഇതിനാവശ്യമുള്ളൂ, അത്ര തന്നെ. ആരോപണ വിധേയരായ സിനിമാക്കാർ രാജിവെച്ചു. ഇത് രാഷ്ട്രീയക്കാരുടെ കേസിൽ വരികയാണെങ്കിലോ അവർ രാജിവെക്കുമോ?